ഇന്ന് ബാബ നല്ല പുരുഷാർത്ഥികളായ കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറയുന്നു. ബാബയുടെ മധുര മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 21/7/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വരെയും നിങ്ങൾ കേട്ട് കേൾവി അനുസരിച്ച് നടന്നു വന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ ഡയറക്റ്റായി കേൾപ്പിച്ച് തനിക്ക് സമാനം നോളജ്ഫുൾ ആക്കി മാറ്റുന്നു. ചോദ്യം: നല്ല പുരുഷാർത്ഥി കുട്ടികളുടെ അടയാളവും അവരുടെ അവസ്ഥയുടെ മഹിമയും എന്താണ്? ഉത്തരം: നല്ല പുരുഷാർത്ഥികളായ കുട്ടികൾ മദറിനെ, ഫാദറിനെ പൂർണ്ണമായും ഫോളോ ചെയ്യും. സ്വന്തം ജീവിതത്തോട് അനുകമ്പ കാണിക്കും. പൂർണ്ണമായും അറ്റൻഷൻ വയ്ക്കും. അല്പമെങ്കിലും സമയം കണ്ടെത്തി ബാബയുടെ ഓർമ്മയിൽ തീർച്ചയായും ഇരിക്കും. അവരുടെ അവസ്ഥയുടെ മഹിമയാണ് അചഞ്ചലം, ആടാത്തത്, സ്ഥിരം. അവരെ തന്നെയാണ് മഹാവീരൻ എന്ന് പറയുന്നത്. ഗീതം ഭോലാനാഥനിൽ നിന്നും വ്യത്യസ്തനായി. ഓം ശാന്തി. ഭക്തി മാർഗത്തിൽ ലോകത്തുള്ളവർ കേവലം പാടുന്നു. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഭക്തി മാർഗത്തിൽ നമ്മളും പാടിയിരുന്നു. ഇപ്പോൾ അതേ ഭോലാനാഥൻ മുന്നിലുണ്ട്. ഭോലാനാഥൻ എന്ന വാക്ക് ഭക്തി മാർഗത്തിലേതാണ്. ജ്ഞാനമാർഗത്തിലെ വാക്കാണ് ശിവബാബ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അനാദിയായി മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ സംഗമയുഗത്തിൽ ബാബയ്ക്ക് വന്ന് നമ്മളെ കൊണ്ട് ഈ പുരുഷാർത്ഥം ചെയ്യിക്കുക തന്നെ വേണം. കൽപ്പകൽപ്പങ്ങളായി പുരുഷാർത്ഥം ചെയ്യിച്ചു വന്നു. എത്ര സമയം കുട്ടികളായി നിങ്ങൾ ഭക്തി ചെയ്തു? ഇതും തെളിയിച്ച് പറഞ്ഞു തരുന്നു. ആരാണോ ആദ്യം ഭക്തി ആരംഭിച്ചത് അവർ തന്നെ വന്ന് ജ്ഞാനമെടുക്കും, പിന്നെ സൂര്യവംശിയാകും. സത്യുഗത്തിൽ കേവലം ഒരു ലക്ഷ്മി നാരായണൻ അല്ല വരുന്നത്, അവരുടെ ഡിനാസ്റ്റിയും ഉണ്ടല്ലോ. അവരെ പറയുന്നത് ദേവതാവർണം എന്നാണ്. ഭാരതത്തിൽ ദേവതാവർണം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആസുരീയ വർണ്ണമാണ്. ഇതാണ് സംഗമം. ഇപ്പോൾ ആസുരീയത്തിൽ നിന്നും ദേവതാവർണ്ണത്തിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായും ഈ മഹാഭാരത യുദ്ധവും പാടപ്പെട്ടിട്ടുള്ള അതേ ഒന്ന് തന്നെയാണ്. കേവലം ശിവൻ എന്ന നാമത്തിന് പകരം കൃഷ്ണന്റെ നാമം വെച്ചു. ഒരു ഗീത ഖണ്ഡിതമായപ്പോൾ സർവശാസ്ത്രങ്ങളും ഖണ്ഡിതമാകുന്നു. മുഖ്യമായ കാര്യം ഗീതയുടേതാണ്. ഗീതാ പാഠശാലകൾ അഥവാ ഗീതാ ഭവനം എത്രയാണുള്ളത്? ഗീതാജ്ഞാനം കേൾക്കുന്നതിൻ്റെ പാഠശാലയാണ്. സ്വയം കേൾപ്പിക്കുന്ന ആൾ ഇല്ല. ആരാണോ ജീവിച്ചിരുന്നിട്ട് പോയവർ അതിൻ്റെ മഹിമ പിന്നെ തുടരുന്നു. കുട്ടികൾക്ക് ദിവസവും ബാബ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾക്കറിയാം, ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്. എല്ലാവരെയും സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു. ബാബ ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല, സദാ സ്നേഹത്തോടെ മനസ്സിലാക്കിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ സദോ പ്രധാനമായിരുന്നു, പിന്നെ പുനർജന്മം എടുത്തു വന്നു. നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ്. വാസ്തവത്തിൽ ദേവി ദേവത ധർമ്മത്തിലേത്? ഇതും പറഞ്ഞു തരുന്നു. ആദ്യം സമ്പത്ത് ആരാണ് എടുക്കുവാൻ വരുന്നത്? ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ എടുത്തത് അവർ തന്നെ പറയും, ബാബ, അങ്ങല്ലാതെ നമുക്ക് സഹായത്തിന് ആരും തന്നെയില്ല. ബാബ ക്ഷമിക്കുന്നതും സംഗമയുഗം ആകുമ്പോഴാണ്. രാവണ രാജ്യവും രാമരാജ്യവും ഇവിടെ തന്നെയാണ് എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. രാവണ രാജ്യമാണ്, അതിനാലാണ് രാമരാജ്യം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണോ ശിവബാബ എന്ന് പറയുന്നത്, അപ്പോൾ ബുദ്ധി നിരാകാരന്റെ നേർക്കു തന്നെയാണ് പോകുന്നത്. നിരാകാരനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. ആത്മാവ് തന്നെയാണ് ബാബയെ വിളിക്കുന്നത്. പരമാത്മാവിരുന്നു കേൾക്കുന്നു എന്നൊന്നുമല്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഡ്രാമ പ്ലാൻ അനുസരിച്ച് പതിതരെ പാവനമാക്കുന്നതിനായി ഞാൻ ശരീരത്തിലേക്ക് വരുന്നു. വിളി കേട്ട് വരികയാണ് എന്നല്ല,
ഭക്തി എപ്പോൾ പൂർത്തിയാകുന്നു അപ്പോൾ എനിക്ക് വരിക തന്നെ വേണം. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആ സമയം വരുന്നു, കുട്ടികൾ വിളിക്കാൻ തുടങ്ങുന്നു. എപ്പോൾ വരും എന്നത് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. അവർ കൽപ്പത്തിൻ്റെ ആയുസ്സും തെറ്റായി എഴുതിയിരിക്കുന്നു. ഈ ചിത്രം ഓരോ വീട്ടിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ദിവസവും കാണണം, ഓർമ്മിക്കുകയും വേണം. ഇത് ബാബ, ഇത് ദാദ, ഇത് സമ്പത്ത്. ബാബ പറയുന്നു, കുട്ടികളെ, സദോ പ്രധാനം ആകുന്നതിന് വേണ്ടി എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ മാലിന്യം മാറും. ഈ യുക്തി ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഈ ബാബയും പറയുന്നു, അതായത് ബ്രഹ്മാവും പറയുന്നു, ഞാനും പുരുഷാർത്ഥം ചെയ്യുന്നു. കുട്ടികൾ അന്യോന്യം ജാഗ്രത കൊടുത്ത് ഉന്നതി നേടണം. ഈ ചിത്രങ്ങളുടെ അറിവ് വളരെ നല്ലതാണ്. ശിവബാബ ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നിൽ വളരെ വലിയ മഹാഭാരത യുദ്ധം നിൽക്കുകയാണ്. ഇത്ര അനേകം ധർമ്മങ്ങൾ വിനാശമാകും. അതിനുവേണ്ടി യുദ്ധം തീർച്ചയായും ആവശ്യമാണ്. ഈ കാര്യങ്ങൾ കുട്ടികൾ മറക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും ഇപ്പോൾ കലിയുഗത്തിൻ്റെ ഘോര അന്ധകാരമാണ്. എത്ര അനേകം മനുഷ്യരുണ്ട്. തീർച്ചയായും വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. സത്യയുഗത്തിൽ ഒരു ധർമ്മം ഉണ്ടായിരിക്കും. തീർച്ചയായും 84 ജന്മത്തിൻ്റെ ചക്രത്തിലും അവർ തന്നെയായിരിക്കും കറങ്ങിയത്. ഇത് സഹജമാണ്. ബാക്കി ഇത്രയും ധർമ്മങ്ങളെല്ലാം തീർച്ചയായും വിനാശമാകും. പിന്നെ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന തീർച്ചയായും നടന്നുകൊണ്ടിരിക്കുന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ബാബയാണ്. ബാബയിലൂടെ തന്നെയാണ് കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നത്. കുട്ടികൾക്കറിയാം, നമ്മൾ ഏതൊരു പഠനമാണോ ഈ പഠിക്കുന്നത് അത് ഭാവിയിലെ 21 ജന്മങ്ങളിലേക്കാണ് പഠിക്കുന്നത്. ഭഗവാൻ വാച, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് 21 ജന്മത്തേക്ക് സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. സൂര്യവംശി ചന്ദ്രവംശി കുലത്തിൻ്റെ സ്ഥാപന തീർച്ചയായും നടക്കുന്നു. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും ഉയർന്ന പദവി നേടും. അപ്പോൾ ശിവബാബ പറയുന്നു, ഈ മദറിനെയും ഫാദറിനെയും ഫോളോ ചെയ്യൂ. ഇവരെ സൂക്ഷ്മവതനത്തിലും വൈകുണ്ഠത്തിലും കാണുന്നു, സ്വയവും കാണുന്നു. നമ്മളും മഹാരാജാവും മഹാറാണിയും ആകുന്നു. വൈകുണ്ഠത്തിൻ്റെയും സാക്ഷാത്കാരമുണ്ടാകുന്നു. ഭാരതം തീർച്ചയായും വൈകുണ്ഠമായിരുന്നു, ശ്രീകൃഷ്ണപുരിയായിരുന്നു. ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് കംസപുരിയാണ്, നാളെ കൃഷ്ണപുരിയാകും. രാത്രി മാറി പകൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് പകുതി കൽപ്പത്തെ പരിധിയില്ലാത്ത പകലും പകുതി കൽപ്പത്തെ പരിധിയില്ലാത്ത രാത്രിയും. അന്ധകാരത്തിൽ കാൽ തട്ടി വീണുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രി തന്നെയാണ് ബ്രാഹ്മണരുടെയും രാത്രി. പിന്നെ നിങ്ങൾ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകുന്നു. സത്യയുഗത്തിൽ ബ്രാഹ്മണരില്ല, ദേവതയാണുള്ളത്. ഇതും കുട്ടികൾ അറിയുന്നുണ്ട്. ഭാരതം പവിത്ര രാജസ്ഥാനമായിരുന്നു, പിന്നെ അപവിത്ര രാജസ്ഥാനമായി. ഭാരതം സദാ രാജസ്ഥാൻ ആയിരുന്നു. രാജധാനി തുടർന്നു വന്നു. മറ്റു ധർമ്മത്തിലുള്ളവരുടെ രാജധാനി തുടക്കം മുതൽ നടക്കുന്നില്ല. ഭഗവാൻ തന്നെയാണ് രാജധാനി സ്ഥാപിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ആ ഒന്ന് നിരാകാരണം ജ്ഞാനത്തിൻ്റെ സാഗരവും സുഖത്തിൻ്റെ സാഗരവുമാണ്. നിങ്ങൾക്കറിയാം, ബാബയിൽ നിന്ന് നമുക്ക് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ താമസമേ ഉള്ളൂ. എത്രത്തോളം ആര് പുരുഷാർത്ഥം ചെയ്യുമോ, എത്ര വഴി പറഞ്ഞു കൊടുക്കുമോ അതനുസരിച്ച്. ബാബ പറയുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരിയായി മാറും. എത്ര സഹജമാണ്. ലൗകിക മാതാപിതാക്കൾ ജ്ഞാനത്തിലുണ്ടെങ്കിൽ കുട്ടികളെയും തനിക്ക് സമാനം ആക്കേണ്ടി വരും. മാതാപിതാക്കൾ സത്യമായ സമ്പാദ്യം ചെയ്യുന്നു, അപ്പോൾ കുട്ടികളെ സത്യമായ സമ്പാദ്യം ചെയ്യിക്കേണ്ടതാണ്. ചില കുട്ടികൾ നല്ലവരാണ്, പറയുന്നു നമ്മൾ ആത്മീയ പഠനം പഠിച്ച്
വീടുകൾ തോറും ഈ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കും. ബാബയും പറയുന്നു, സന്ദേശവാഹകനും മെസ്സഞ്ചറും ഞാനാണ്. നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നു, വീട്ടിലേക്ക് പോകൂ. ധർമ്മസ്ഥാപകരാണെങ്കിൽ കേവലം വന്ന് അവരവരുടെ ധർമ്മം സ്ഥാപിക്കുന്നു. ഞാൻ സർവർക്കും സന്ദേശം നൽകുന്നു, ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ലോകം ഇപ്പോൾ വസിക്കുവാൻ യോഗ്യമല്ല. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. നിങ്ങൾ പാവനമായിരുന്നു, പിന്നെ രാവണൻ പതീതമാക്കി. ഞാൻ വീണ്ടും പാവനമാക്കുവാൻ വന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ബോംബുകളും മറ്റും ഇടും. അപ്പോൾ മനസ്സിലാക്കും, ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. അപ്പോൾ തീർച്ചയായും ഭഗവാനും ഉണ്ടാകും. എന്നാൽ അവർ മനസ്സിലാക്കുന്നത് ഗീതയുടെ ഭഗവാൻ കൃഷ്ണനാണ് എന്നാണ്. എത്ര ആശയക്കുഴപ്പമാണുള്ളത്. കുഴങ്ങിപ്പോയവർ ആകുന്നില്ലെങ്കിൽ പിന്നെ ഭഗവാന് വരേണ്ട എന്താവശ്യം? ഭക്തിമാർഗത്തിൽ ഭൂൽ ഭൂലയ്യയുടെ കളിയായി പറയുന്നു. അതായത് ഉള്ളിൽ പ്രവേശിച്ചാൽ പുറത്തിറങ്ങുന്നത് ദുർഘടമായിരിക്കും എന്നർത്ഥം. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ എല്ലാ പിഴവുകളും സമാപ്തമാകും. മുൻപ് സ്വയം ദേഹമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു, ഇപ്പോൾ സ്വയം ദേഹിയായി മനസ്സിലാക്കുന്നു. ഈ ജാഗ്രത ബാബ തന്നെയാണ് നൽകുന്നത്. കുട്ടികളെ, ദേഹി അഭിമാനിയാകൂ. ഇവിടെ നിങ്ങൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ്. അവിടെ സെന്റേഴ്സിൽ പെൺകുട്ടികൾ ഇരുന്ന് മനസ്സിലാക്കിക്കും ശിവബാബ ഇങ്ങനെ പറയുന്നു എന്ന്. ഇവിടെയാണെങ്കിൽ ഡയറക്റ്റായി ബാബ പറയുന്നു, ഞാൻ ഇരുന്ന് ആത്മാക്കളോട് സംസാരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ ഇദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ മംഗളകാരിയായ മേളയാണ്. ബാബ പറയുന്നു, നിരന്തരം എന്നെ ഓർമ്മിക്കൂ. ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടേണ്ടതുണ്ട്. ബാബയെയും സ്വർഗത്തെയും ഓർമ്മിക്കണം. യാതൊരു വികർമ്മവും ചെയ്യരുത്. അഥവാ വികർമ്മം ചെയ്യുകയാണെങ്കിൽ 100 മടങ്ങ് ആയിപ്പോകും. വികർമ്മം ചെയ്യിക്കുന്നത് മായയാണ്. അതിൻ്റെ മേൽ ജയം നേടണം. അതിനാൽ ഹനുമാന്റെ മഹാവീരന്റെ കഥയുണ്ട്. നിങ്ങൾ ഹനുമാൻ മഹാവീരനാണല്ലോ. നമ്മൾ ബാബയുടേതായി മാറി. മായയോട് തോൽക്കുക സാധ്യമല്ല. ബാബയെ ഓർമ്മിച്ച് സദോ പ്രധാനവും വികർമാജീത്തും ആയി മാറും. ആവുകയില്ലെങ്കിൽ പിന്നെ തൻ്റെ പദവി ഭ്രഷ്ടമാകും. പുരുഷാർത്ഥികളായ കുട്ടികൾ ആരാണോ അവർ തൻ്റെ ജീവിതത്തോട് അനുകമ്പ കാണിക്കും. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, ഓർമ്മയുടെ യാത്രയിലിരിക്കും. അചഞ്ചലവും ആടാത്തവരും സ്ഥിരവുമായിരിക്കും. വിനാശമാണെങ്കിൽ നടക്കുക തന്നെ വേണം. എല്ലാവരുടെയും ചെറിയച്ഛനും ഇളയച്ഛനും അമ്മാവനും ഗുരുവും സന്യാസിമാരും മറ്റും എല്ലാം ഇല്ലാതാകുന്നു. സദ്ഗുരു പറയുന്നു, ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നവനാണ്. മനുഷ്യരാണെങ്കിൽ തീർത്തും അന്ധകാരത്തിലാണ്. നിങ്ങൾക്കറിയാം, ശിവബാബ നമ്മളെ കൂടെ കൊണ്ടുപോകും. കാലൻ ഭക്ഷിച്ചു എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകും. ആത്മാവ് ശരീരം ഉപേക്ഷിച്ചു പോകുന്നു. കാലൻ എടുക്കുന്നൊന്നുമില്ല. ആത്മാവിന് വേർപെടേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഞാൻ സ്വയം വന്നിരിക്കുന്നു നിങ്ങളെ തിരികെ കൊണ്ടുപോകുവാനായി. ബാബ ആരെയെങ്കിലും കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണോ? അല്ല, നിങ്ങൾക്ക് പഴയ ശരീരം ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. ഇപ്പോൾ 5 തത്വവും തമോ പ്രധാനമാണ്. അതിനാൽ ശരീരവും ഇങ്ങനെയുള്ളതാണ് തയ്യാറാകുന്നത്. അവിടെ സദോ പ്രധാന തത്വങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരവും വെളുപ്പാകും. ബാബ പറയുന്നു, ഞാൻ വീണ്ടും സത്യയുഗി ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. നിങ്ങൾ തന്നെയാണ് 84 ജന്മം എടുത്തത്. നിങ്ങൾ തൻ്റെ ധർമ്മത്തെ മറന്നുപോയി. മറ്റാരും തങ്ങളുടെ ധർമ്മത്തെ മറന്നില്ല. നിങ്ങളിപ്പോൾ അറിയുന്നുണ്ട്, വാസ്തവത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിലുള്ള നമ്മൾ ഇത്രയും ഉയർന്നതിൽ നിന്നും പിന്നെ താഴ്ന്നത് എങ്ങനെയായി?
ബാബയിരുന്ന് കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 84ന്റെ ചക്രം പൂർത്തിയാകുന്നു. വിനാശം മുന്നിൽ നിൽക്കുന്നു. സ്വർഗത്തിന്റെ അധികാരിയാകുന്നതിനായി സ്വയം തന്നെ യോഗ്യമാക്കണം. അതാകുന്നത് ഓർമ്മയിലൂടെയാണ്. രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കൂ. ബാബ, അതിശയം തന്നെ, അങ്ങ് എങ്ങനെയാണ് വരുന്നത്? ഗീതയിൽ കൃഷ്ണന്റെ നാമം നൽകി. എന്നാൽ ഇത് ഇപ്പോൾ അറിയുന്നു. താങ്കൾ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഭക്തിമാർഗത്തിന്റെ കേട്ടുകേൾവിയുടെ കാര്യങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ ആത്മാക്കളായ നമുക്ക് ബാബയാകുന്ന താങ്കളെ ലഭിച്ചിരിക്കുന്നു. ആത്മാവിന് ബാബയെ ലഭിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിൽ വന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. കുട്ടികൾ ബാബയുമായി വളരെ സ്നേഹത്തോടെ കൂടിക്കാഴ്ച നടത്തുന്നു. ഇവിടെയാണെങ്കിൽ ആ നിരാകാരനായ ബാബ ഗുപ്തമാണ്. അതിനാൽ ബാബ എപ്പോഴും പറയുന്നു, ഈ ഒന്നുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ ശിവബാബയെ ഓർമ്മിച്ച് കൂടിക്കാഴ്ച നടത്തൂ. മനുഷ്യരാണെങ്കിൽ ഒന്നും തന്നെ അറിയുന്നില്ല. നിങ്ങളിലും ചിലർ അറിയുന്നു, എൻ്റേതായ ശേഷം പിന്നെ മറന്നു പോകുന്നു. ദേഹാഭിമാനത്തിൽ വന്നു പോകുന്നു. പ്രതിജ്ഞയും ചെയ്യുന്നു, ബാബ, ഞാൻ അങ്ങയുടേതായി കഴിഞ്ഞു. മെയിലാകട്ടെ ഫീമെയിലാകട്ടെ രണ്ടുപേരുടെയും ആത്മാവാണ് പറയുന്നത്. എന്നാൽ ശരീരത്തിലുള്ളപ്പോൾ മെയിൽ പറയുന്നു, അങ്ങയുടേതായി മാറി എന്ന്. ഫീമെയിൽ പറയുന്നു, ഞാൻ അങ്ങയുടേതായി. ബാബ, നമ്മൾ അങ്ങിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കും, പൂർണ്ണമായും ഓർമ്മിക്കും. ഓർമ്മയില്ലാതെ തുരുമ്പ് മാറുകയില്ല. തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുവാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ നിങ്ങൾക്ക് അഖണ്ഡവും ഇളകാത്തവുമായ സുഖശാന്തി സമ്പത്തുള്ള രാജ്യം 21 ജന്മത്തേക്ക് ലഭിക്കുന്നു. സ്വർഗത്തിന്റെ രചയിതാവായ ബാബ തീർച്ചയായും തന്റെ സമ്പത്ത് നൽകും. അകലെ ബ്രഹ്മത്തിൽ വസിക്കുന്ന പരംപിത പരമാത്മാവിന്റെ ചിന്തയുണ്ട് എന്ന് പാടുന്നുമുണ്ട്. ആ ഒന്ന് ഒരേ ഒരു തവണ വരുന്നു. ഇതും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. ചിലരാണെങ്കിൽ മനസ്സിലാക്കുന്നതേയില്ല. മുന്നോട്ട് പോകുമ്പോൾ കണ്ണുകൾ തുറക്കും. കുറച്ചു വലിയ യുദ്ധം തുടങ്ങുമ്പോൾ വാസ്തവത്തിൽ ഈ യജ്ഞം രചിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധവുമുണ്ട്. ഈ യജ്ഞത്തെക്കുറിച്ച് ആർക്കും അറിയുകയേയില്ല. രുദ്രജ്ഞാന യജ്ഞം രചിക്കപ്പെട്ടിരുന്നത് തന്നെ വിനാശം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. അവർ പിന്നെ യജ്ഞം രചിക്കുന്നത് വിനാശം ഉണ്ടാകാതിരിക്കാനും ശാന്തി ഉണ്ടാകാനും വേണ്ടിയാണ്. ഈ യജ്ഞം വീണ്ടും രചിക്കും. വിനാശം ഉണ്ടായ ശേഷം എന്തവശേഷിക്കും എന്നത് അവർക്കറിയില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മുഴുവൻ വിശ്വത്തിന്റെ ആദ്യ മധ്യ അന്ത്യത്തെ അറിയുന്നു. സർവരുടെയും പരിധിയില്ലാത്ത ജന്മകഥ അറിയുന്നു. പരംപിത പരമാത്മാവിന്റെ ജീവിതകഥ നമ്മൾ പറഞ്ഞു തരുന്നു എന്ന് പറയുന്ന ആരും തന്നെയില്ല. പരമാത്മാവിനെ തന്നെയാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. ഓരോ നിമിഷവും ഓർമ്മ വരുന്നു. ഭഗവാൻ ഈ കുട്ടിയെ തന്നു, ഇന്നത് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ചിലർ പിന്നെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ആരുടെ വസ്തുവായിരുന്നോ അവർ തിരിച്ചെടുത്തു എന്ന്. ഇതേപോലെ ചില വിവേകശാലികളായ പുരുഷന്മാരുമുണ്ട്. അനേകം പ്രകാരത്തിലുള്ള മനുഷ്യരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബാബയെ ലഭിച്ചു. അപ്പോൾ ബാബയെ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മയിലൂടെ തന്നെയാണ് സമ്പാദ്യം ഉണ്ടാകുന്നത്. നിങ്ങൾ വിഷ്ണുപുരിയുടെ അധികാരിയായി മാറും. നിങ്ങൾ സത്യയുഗം മുതൽ കലിയുഗ അന്തിമം വരെ മുഴുവൻ ചക്രത്തെയും അറിയുന്നു. ബാബയുടെ ബുദ്ധിയിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അതിനാൽ ആ ഒന്നിനെ ജ്ഞാനത്തിന്റെ സാഗരം, നോളജ്ഫുൾ എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. കുട്ടികളായ നിങ്ങൾ അചഞ്ചലവും സ്ഥിരവുമായി ഇരിക്കേണ്ടതാണ്. മായ അടിക്കടി വന്ന് ചഞ്ചലമാക്കുക എന്നത് പാടില്ല. തൊട്ടാവാടിയാകരുത്. ബാബയെ ഓർമ്മിക്കാത്തതിലൂടെ വാടിപ്പോകുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു.
സമയം സമീപത്ത് വരും. പിന്നെ നമ്മുടെ പുരുഷാർത്ഥം ഇപ്പോൾ പൂർത്തിയായി, അന്തിമം വന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ കാണും. ശരി, മധുരമായ സിഖിലരുടെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മീയ പഠനം പഠിച്ച് സത്യമായ സമ്പാദ്യം ചെയ്യുകയും ചെയ്യിക്കുകയും വേണം. വീട്ടിലേക്ക് പോകുന്നതിനുള്ള സന്ദേശം എല്ലാവർക്കും നൽകണം. ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത്. രാവിലെ എഴുന്നേറ്റ് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. നിസാര കാര്യങ്ങളിൽ തൊട്ടാവാടിയാകരുത്. അവസ്ഥയെ അചഞ്ചലവും ആടാത്തതും ആക്കണം. വരദാനം: നോളജിൻ്റെ ലൈറ്റിലൂടെയും മൈറ്റിലൂടെയും തൻ്റെ ലക്കിനെ ഉണർത്തുന്ന സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ നോളജിൻ്റെ ലൈറ്റിലൂടെയും മൈറ്റിലൂടെയും ആദ്യ മധ്യ അന്ത്യത്തെ അറിഞ്ഞ് പുരുഷാർത്ഥം ചെയ്യുന്നത്, അവർക്ക് സഫലത തീർച്ചയായും പ്രാപ്തമാകുന്നു. സഫലത പ്രാപ്തമാകുന്നതും ലക്കിൻ്റെ അടയാളമാണ്. നോളജ്ഫുൾ ആവുന്നത് തന്നെയാണ് ലക്കിനെ ഉണർത്താനുള്ള ഉപാധി. നോളജ് കേവലം രചയിതാവിൻ്റെ രചനയുടെയും മാത്രമല്ല. എന്നാൽ നോളജ്ഫുൾ എന്നാൽ അർത്ഥം ഓരോ സങ്കല്പത്തിലും, ഓരോ വാക്കിലും, ഓരോ കർമ്മത്തിലും ജ്ഞാനസ്വരൂപം ആയിരിക്കണം. അപ്പോൾ സഫലതാമൂർത്തി ആകും. പുരുഷാർത്ഥം ശരിയായി നടന്നിട്ടും സഫലത കാണപ്പെടുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, ഇത് അസഫലത അല്ല, പരിപക്വതയുടെ ഉപാധിയാണ്. സ്ലോഗൻ: വേറിട്ടവരായി കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യിക്കൂ. അപ്പോൾ കർമാതീത സ്ഥിതിയുടെ അനുഭവം സഹജമായി ചെയ്യുവാൻ സാധിക്കും. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിൽ ഇരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. എപ്പോഴാണോ യോഗത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ഉൾക്കൊള്ളുവാനുള്ള ശക്തിയെ സെക്കൻഡിൽ യൂസ് ചെയ്യൂ. സേവനത്തിൻ്റെ സങ്കല്പവും ഉൾക്കൊള്ളപ്പെടണം. ഇത്രയും ശക്തി ഉണ്ടായിരിക്കണം. അതിലൂടെ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ആകണം. ഫുൾ ബ്രേക്ക് വീഴണം, അയഞ്ഞ ബ്രേക്കല്ല. അഥവാ ഒരു സെക്കൻഡിന് പകരം കൂടുതൽ സമയം എടുക്കുന്നുവെങ്കിൽ ഉൾക്കൊള്ളുവാനുള്ള ശക്തി ദുർബലമാണ് എന്ന് പറയേണ്ടി വരും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. എന്നിൽ ശാന്തിയുടെ അക്ഷയ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. ആത്മാവായ ഞാൻ ഈ സാകാര ലോകത്തിനുപരി സൂര്യചന്ദ്ര താരാഗണങ്ങൾക്കും ഉപരി പരമമായ ധാമത്തിലേക്ക്
എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ പരമധാമം എൻ്റെ അലൗകിക വീടാണ്. ഇവിടെ സർവത്ര ശാന്തി തന്നെ ശാന്തിയാണ്. ഈ മധുരമായ ശാന്തി നിറഞ്ഞ ധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിവപരമാത്മാവിനെ ഞാൻ കാണുകയാണ്. മധുരമായ ബാബ, അങ്ങ് ശാന്തിയുടെ സാഗരമാണ്. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ ദിവ്യ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. ആനന്ദ കിരണങ്ങൾ നിറയുകയാണ്. ഈ ദിവ്യമായ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളിലേക്ക് ഞാൻ വ്യാപിപ്പിക്കുന്നു. അമൃതവേളയാം യാമത്തിൽ ബാബ എന്നെ വിളിച്ചുണർത്തി. എന്നാത്മജ്യോതി തൊട്ടുണർത്തി. അമൃതവേളയാം യാമത്തിൽ ബാബ എന്നെ വിളിച്ചുണർത്തി. എന്നാത്മജ്യോതി തൊട്ടുണർത്തി. ആ സ്നേഹത്തിൻ ഉണർത്തുപാട്ടിൽ അലിയുന്നു ഞാൻ സ്നേഹസാഗരത്തിൽ. അമൃതവേളയാം യാമത്തിൽ ബാബ എന്നെ വിളിച്ചുണർത്തി. എന്നാത്മജ്യോതി തൊട്ടുണർത്തി. പൊൻപുലരിയിലൊരു പുതുമഴ പോലെ സുമധുരമാം ശിവജ്ഞാനഗീതം. പൊൻപുലരിയിലൊരു പുതുമഴ പോലെ സുമധുരമാം ശിവജ്ഞാനഗീതം. ആ മുരളിയ മുത്തുകൾ പകരുമാനന്ദം. സംഗമയുഗത്തിൻ വരദാനം. അമൃതവേളയാം യാമത്തിൽ
താമര